Good morning, everyone. I'll just give you a brief introduction about what is GTech. GTech is an organization of around 165 companies all across Kerala, mostly IT and ITS. And we have created what is called an innovation focus group with the intention of working together with the Startup Mission and help nurture good ideas. It will serve as a platform for industry-academia collaboration. That is the whole idea. So we created a program called Adopt a Young Idea. We have kind of presented this in the IEDC summit. We were just waiting for the draft policy to come out before formalizing the whole thing. So I have a question. Is there any IEDC here which is of existence more than 2-3 years? 3 years now? Sir, Amaljodi alle? 3 years now. Oh, okay. So that is almost 12 years now. Okay. Is there any product? സാറിനെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു IEDCന്ന് ഒരു ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ? അതായത് 5 കോടി രൂപ റവന്യൂ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് 1 ലക്ഷം പേര് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 20 കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇല്ല. റൈറ്റ്. Ambika നമ്മുടെ ടെക്നോപാർക്കിലുള്ള കമ്പനി. Right. I know him. Yeah. So he's probably doing something in this lines. See, one thing that I've really noticed about the ideas that come out of colleges, IEDC എന്ന് പറയുന്ന ഞാൻ ജയശങ്കറിനോട് ഇപ്പോൾ അതാ ചോദിച്ചുകൊണ്ടിരുന്നത്. IEDC എന്ന് പറയുന്ന ഒരു ഫോർമൽ ഔട്ട്ഫിറ്റ് ഉണ്ടായിട്ട് പ്രോബ്ലി 3 വർഷമൊക്കെ ആയി കാണത്തുള്ളൂ. അമൽജ്യോതി is an exception, I think. So it's too early to make any predictions. പക്ഷേ എന്നാൽ പോലും ഇതൊരു റീസണബിളി ഗുഡ് നമ്പർ ആണെന്ന് ഞാൻ പറയും. ഈ 5 crore എന്ന് പറയുന്ന ഒരു $1 million എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 കോടി രൂപയുടെ റവന്യൂ കച്ചവടം നടന്നാൽ മതി. അത്രയും പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്നാലും when you do that is when you actually have people using it. ഞങ്ങളതിനെ പ്രോഡക്റ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയും. അതായത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി തീർത്ത ഒരു പ്രോഡക്റ്റ്. അതിലേക്ക് നമുക്ക് എത്താൻ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് വരുന്ന ഐഡിയകൾക്ക് ഒരു ലിമിറ്റേഷൻ പേഴ്സണലി, I started my company in 2004. It's not a product company, it's a services company. I just recently launched a product company. So I'm also very interested in whether I'll be able to build something that will scale to be used by the masses. But why did that happen? Robin Alex Panikar is a person who will talk to you tomorrow. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് പുള്ളി ഇട്ടതാണ്. ഈ ലെറ്റ്സ് ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഈ ഇടയ്ക്ക് ബാംഗ്ലൂർ വെച്ച് നടന്നു. എനിക്കൊന്ന് നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് റോബിൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് വന്ന കമ്പനികൾ പലതും 2015-16 തുടങ്ങിയ കമ്പനികളാണ്. അതായത് ഒരു 1.5 വർഷം ആയിട്ടുള്ള കമ്പനികൾ. അതിൽ പല ആൾക്കാരും ഒരു വർക്കിംഗ് പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിനുള്ളൊരു കസ്റ്റമറുമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. അവരിൽ പലർക്കും 20-30% അവർക്ക് വേണ്ട റിക്വയർഡ് ഫണ്ടിങ് ആ പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, എവിടെ നിന്നാണ് ഈ കമ്പനികളെല്ലാം? അപ്പോൾ എനിക്കത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു കമ്പനി പോലും കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല. മോസ്റ്റ്ലി ഹൈദരാബാദ്, ബാംഗ്ലൂർ, NCR ഏരിയ ഇതിൽ നിന്നാണ് വരുന്നത്. സോ ദാറ്റ് we have been thinking about this. Why is it that we are not able to scale? നമ്മൾ പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പത്രവാർത്തകൾ കാണുന്നുണ്ട് ഇന്നോവേറ്റീവ് ഐഡിയാസിനെ പറ്റി. ബട്ട് we haven't really seen something that has really scaled. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പോൾ ഇത് കാക്കയുടെ പടം വെക്കാനൊരു കാര്യം,
കാക്കയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകൾ. കാക്ക വിളിച്ചാൽ കൊക്കാകില്ല, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അത് റീസൺ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ഐഡിയ ആണ്. സോ ഈസ് ഓഫൺ നോട്ട് വെരി ഫ്ലെക്സിബിൾ. നമ്മുടെ ഐഡിയയിൽ നിന്നുള്ള നെസസറിലി വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പൊതുവെ ഇന്നോവേറ്റേഴ്സിനൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം യു ആർ സോ ക്ലോസ്, സോ ബൗണ്ട് ടു ദാറ്റ് ഐഡിയ. സോ യു ഡോണ്ട് തിങ്ക് അബൌട്ട് ഈ ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്താൽ ഇത് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതാരെങ്കിലും ഉപയോഗിക്കുമോ, ഇതാരെങ്കിലും ഫണ്ട് ചെയ്യുമോ, ഇത് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കിൽസ് മൊത്തത്തിൽ എനിക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആ ഐഡിയയോടുള്ള പാഷൻ കാരണം വി ജസ്റ്റ് forget and we just get engaged with that idea that comes our way. So you don't have early adopters, by which I mean a customer, somebody who is ready to run with you. You don't have a commercial use case. ആരിത് ഉപയോഗിക്കും, ഇതിന് ആര് പൈസ തരും എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓഫൺ മറന്നു. ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ബിക്കോസ് യു ആർ സോ പാഷനറ്റ്. ഇതിൽ ഈസ് എൻ ഏഞ്ചൽ വില്ലിംഗ് ടു ഇൻവെസ്റ്റ്. ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ആരെങ്കിലും തരുമോ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് തരാൻ സാധ്യതയുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ് ദാറ്റ് ഔട്ട്? ഡിഡ് യു ട്രൈ ദ KSUM or did you try any other wealthy people who will be able to help you with those seed funds? Do you have technical mentorship? ഇപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ചെറിയ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കെമിക്കൽ എഞ്ചിനീയറിങ്ങോ ബയോടെക്നോളജിയോ അല്ലെങ്കിൽ പിന്നെ മൈക്രോബയോംസോ ഉണ്ടാക്കാനുള്ള സ്കിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഡു യു ഹാവ് ബിസിനസ് മെൻറ്റേഴ്സ്? ഇങ്ങനൊരു സാധനം ഞാൻ ഉണ്ടാക്കിയാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കണ്ടേ, ആരെന്നെ അതിന് സഹായിക്കും, അതിനുള്ള ആൾക്കാരുണ്ടോ? ആൻഡ് ടൈം ടു മാർക്കറ്റ്. സാറിനോട് ഞാൻ ഈ സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വിയോജിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ പേസ് ഓഫ് എക്സിക്യൂഷൻ ഇസ് ആക്ച്വലി എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ്. അപ്പോൾ നമ്മളിപ്പോൾ സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും അഡ്വാൻസ്ഡ് അനലിറ്റിക്സും പോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നാളെ നമ്മൾ 1 വർഷം കൊണ്ട് ചെയ്തേക്കാം, ചിലപ്പോൾ അതിലും കുറച്ച് ചെയ്തേക്കാം. ഫാബ് ലാബ് is a good example. You have a design and you want to make a prototype of it. You have everything ready by which you will be able to just build something within a month. അപ്പോൾ the pace of innovation is going, and ഇവിടെ വേറൊരു ചോദ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊരു മൾട്ടിനാഷണൽ. യെസ്, ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും there are 100 different people thinking about the same idea. And who will succeed? The person with the right resources in terms of manpower as well as money. രണ്ടും വേണം, കാശും വേണം, ആൾക്കാരും വേണം. ഇത് രണ്ടുമുള്ള ആൾക്കാരായിരിക്കും സക്സീഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഐ തിങ്ക് ദാറ്റ് വി ആർ എ ലിറ്റിൽ സ്ലോ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് തിങ്സ് ആസ് ഒപ്പോസ് ടു എ ബാംഗ്ലൂർ ഓർ എ ഹൈദരാബാദ് ഓർ എ ഗുർഗോൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ തിങ്ക് വി നീഡ് ടു കൈൻഡ് ഓഫ് ആക്സിലറേറ്റ് അവർ പേസ് എ ലിറ്റിൽ. ഈ പടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് യുനോ എന്തോ പറയുന്നത്, മസ്കുലോ സ്കെലിട്ടണോ എക്സോസ്കെൽട്ടൺ. ഈ പയ്യൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഡിയർഡിയോടെ So he is actually, he made this as a college project. ഏതാ? Yes. So basically, you know, ഇതിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പയ്യൻ എന്ത് ചെയ്യുന്നു? 3rd year ആണ്. And he has got the DRDO fellowship to pursue this. സർ, ആക്ച്വലി ഈ പ്രോഡക്റ്റ് ചെയ്തത് വിമൽ ഗോവിന്ദ് എന്ന് പറഞ്ഞ പയ്യനാണ്. അതിലെ ഒരു ടീം മെമ്പർ അഭിജിത്താണിത്. അഭിജിത്ത് ഇപ്പോൾ 3rd year ആണ്. ദെൻ അവരുടെ G3 എന്ന് പറഞ്ഞ G2 എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്, ജനറേഷൻ 2 എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഈ വേർഷൻ ഉണ്ടായിരുന്നു G1 എന്ന് പറഞ്ഞിട്ട്, അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സെൻറ് തോമസ് കോളേജിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു G1. അതും ചെയ്തത് ആ പയ്യൻ തന്നെ ആയിരുന്നു. അവനിപ്പോൾ DRDOൻ്റെ ഒരു പ്രോഡക്റ്റ് കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് അവൻ സ്വന്തമായിട്ട് തന്നെ G3 എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമൽ ഗോവിന്ദ് എന്നാണ് ആ പയ്യൻ്റെ പേര്.
കുറച്ച് നാൾ അവൻ ഹൈദരാബാദ് എസിൽ എംടെക്കിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ ഇപ്പോൾ G3 ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടീംസ് ഉണ്ടെങ്കിൽ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു ഫണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫണ്ടിങ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ 30,000 റുപ്പീസിൻ്റെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലസ് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ സിംഗപ്പൂരിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ടും കുറച്ച് ഫണ്ടിങ്. പക്ഷേ എറൗണ്ട് ഈ ഒരു സ്കെൽറ്റൻ ഉണ്ടാക്കാൻ അവന് എറൗണ്ട് 85,000 റുപ്പീസിനടുത്ത് ചിലവായിട്ടുണ്ടായിരുന്നു. അത് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം ഫണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐ മീൻ എഗെയിൻ ഞാനിത് ഈ പടം ഇവിടെ ഇടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കമേഴ്ഷ്യൽ യൂസ് കേസ് എന്താണെന്ന് എനിക്കറിയില്ല. I mean, it looks like a very cool thing to me, frankly speaking, for a college project. So, will I be able to sell it to the soldiers of India? അതോ വേറെ എന്തെങ്കിലും ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. Is there anyone who is telling him that these are the places where this could be used? എൻ്റെ അറിവിലില്ല. ഇപ്പോഴും സാറ് പറയുന്നത് G3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പുള്ളി ഉണ്ടാക്കുന്നു എന്നല്ലാതെ നമ്മളത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു അല്ലെ അതിനുള്ള പൈസ പുള്ളിയുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ ദർ ഇസ് എ ഡിസ്കണക്ട് ഇൻ മൈ ഒപ്പീനിയൻ that is there about, okay, so there is this cool idea that is coming from the college. The kid is obviously very passionate about it because he built something very cool. Are we going to take it to the market ever? എന്തെങ്കിലും ഒരിക്കൽ ഇത് ലൈറ്റ് ഓഫ് ദ ഡേ കാണുമോ? എങ്ങനെ കാണും? ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ദ തിങ് ദാറ്റ് വി ആർ ട്രൈങ് ടു അഡ്രസ് ഹിയർ. സോ നമ്മൾ ആകെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതിൽ ഈ ഏർലി അഡോപ്റ്റർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ബേസിക്കലി വാട്ട് വി വാണ്ട് ആസ് IEDC ഓഫീസേഴ്സ് ഫ്രം യു ഇസ് ദാറ്റ് ടെൽ us about a couple of things that you think are very good. Let us look at those ideas and let us talk to the people in our network. And let me underline, this need not be an IT idea. ഒരു സോഫ്റ്റ്വെയർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ബിക്കോസ് ദി ഓർഗനൈസേഷൻ ഹാസ് സോ മച്ച് കോൺടാക്ട്സ് വിത്ത് ദ CIIs, the NASCOMs, the TIEs of the world that we will be able to get an Eastern Curry Powder or Indus Automotive or നമ്മുടെ stabilizer, V-Guard or any of those people to be the early adopters of some of the cool products that you might have. So let me underline, your idea need not be a software or IT idea. So let's assume that you have an idea. You think it's really good. You could put it somewhere. Approach us. We will try to look at that idea and use our industry experience to see where this idea could be used as a commercial use case. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമ്മളെ വെറും കച്ചവടക്കാരായിട്ട് you can look at, because we are saying that we want to take an idea and take it to the market and we want to help you make money out of that idea. We want people to use that idea. Okay, so we will find an early adopter and we will work with you to make a minimum viable prototype. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നൊവേഷൻ്റെ പേസ് ചെറുതായിട്ടൊന്ന് കൂട്ടി കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ വാട്ട് വി കോൾ എ മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ്. എഗെയിൻ ഇറ്റ് ഈസ് എ ടോയ് പ്രോബ്ലം. മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ടോയ് പ്രോബ്ലമാണ്. 10,000 പേര് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ സർഫസ് ആവുന്നതും നമ്മളതിനെ ഒരു പ്രോഡക്റ്റിലേക്ക് സ്കെയിൽ ചെയ്യുന്നതും. സോ ഞാൻ ഈ സ്ലൈഡ് ഒന്നുകൂടെ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെമസ്റ്ററിൽ പ്രോബ്ലി ഇത് വർക്ക് ചെയ്തില്ല. സോ what Jaishankar has told me is that there are some 167 ideas that has come from IEDC to KSUM. Right. So basically we will curate, look into some of the, and that doesn't stop you from approaching us. You can always approach us if you think that there is a bright student or students who have an idea which you think has a potential to go to market. We will definitely start looking at the 167 ideas that Vishal is having with him and try to curate. There are 7 people in this group. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പൈലറ്റ് എക്സസൈസാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. ഈ ഗ്രൂപ്പിൽ 7 പേരുണ്ട്. 7 പേരും അത്യാവശ്യം സീസൺഡ് ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സാണ്. ഈ 7 പേര് ഒരു ഐഡിയ വീതം സെലക്ട് ചെയ്ത് they will help you tweak that idea, maybe get some funding through whatever mechanism. It could be a government mechanism if government is willing to support. It could be an angel fund that could come from
some of the people that we know, and help you build that minimum viable prototype that will get to that early adopter. And that early adopter could eventually become your first customer. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ. സോ വാട്ട് വി വിൽ ഡു, ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വി വിൽ ഫൈൻഡ് എൻ ഏർലി അഡോപ്റ്റർ ഫോർ യുവർ ഐഡിയ. നിങ്ങൾ വരുന്ന, അപ്പം കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആസ് IDC ഓഫീസേഴ്സ് ഇസ് ദാറ്റ് ഡോണ്ട് ഗെറ്റ് ടു അറ്റാച്ച്ഡ് ടു യുവർ കോൺസെപ്റ്റ്. കാരണം ഞാൻ ഇതേ ചെയ്യൂ എന്നുള്ള ഒരു പാതയിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ നമ്മുടെ കുതിരയുടെ ഇത് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ then we might have a problem. We will tweak and turn and make that idea. We will pivot several times before we get to the right use case. And you will have to be amenable for that concept. അങ്ങനെ നമ്മൾ ഇതൊരു കമേഴ്ഷ്യലി വയബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റും. ഇനി ഇത് പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. KSUM തന്നെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആൻഡ് ദ കമ്പനി ഹാഡ് ദിസ് ഐഡിയ ഓഫ് നമ്മളൊരു കൊമേഴ്സ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഷർട്ട് എടുത്തു. അപ്പോൾ ഈ ഷർട്ട് എനിക്കൊന്ന് ഇട്ട് നോക്കണം എന്ന് നാച്ചുറലി ലൈക്ക് എവറിബഡി വുഡ് ലൈക്ക് ടു ട്രൈ ഔട്ട് ദാറ്റ് ഷർട്ട്. അവരതിനുള്ളൊരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. നമ്മുടെ അത് ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതോ അല്ലാതെയാണോ ചെയ്യുന്നത്? ആൻഡ് ദെൻ യെസ്, അപ്പോൾ നമ്മുടെ ബോഡി ഡയമെൻഷൻസ് അനുസരിച്ച് ഈ ഷർട്ട് നമുക്ക് ഫിറ്റ് ആവത്തില്ലയോ എന്നുള്ള ഒരു 3D മോഡലിൽ കാണിക്കുന്ന ഒരു പ്രോഗ്രാം. വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദാറ്റ് നൗ? ഇറ്റ് ഇസ് സ്റ്റക്ക് ബേസിക്കലി. സോ ബേസിക്കലി ഇറ്റ് ഇസ് സ്റ്റക്ക് ബിക്കോസ് ഇതിനകത്ത് ആണുങ്ങളുടെ ഫിറ്റ് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പെൺകുട്ടികളുടെ ഫിറ്റ് ഇറ്റ്സ് മോർ ഡിഫിക്കൾട്ട് ബിക്കോസ് യു ഹാവ് മോർ കർവ്സ്. അതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ആളിൻ്റെ തരം അനുസരിച്ച് ഈ ഫിറ്റ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അൽഗോരിതത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കേണ്ടത്. പക്ഷേ ഞാൻ ഇന്നലെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ദേ ആർ സ്റ്റക്ക്. ഐ തിങ്ക് ദേ ആർ നോട്ട് ദെയർ നൗ. അല്ലേ? എവ്രിബഡി ഹൂ വാസ് ലുക്കിംഗ് അറ്റ് ദാറ്റ് ഐഡിയ തോട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഐഡിയ. എവ്രിബഡി ഹാഡ് ഡിഫറെൻറ്റ് യൂസ് കേസസ് അബൌട്ട് ദാറ്റ് ഐഡിയ. ബട്ട് ടെക്നിക്കലി നമുക്കത് ചെയ്യാനുള്ള എക്സ്പെർട്ടീസ് ഇല്ല. സോ ദാറ്റ് ഈസ് വെയർ ദ ടെക്നിക്കൽ മെൻറ്റർഷിപ്പ് will come into the picture in terms of that platform. So we will keep on adding people. അതാണ് ഞാൻ സോഫ്റ്റ്വെയർ അല്ല എന്ന് പറഞ്ഞത്. We will keep on adding experts to that platform. Those experts could come from science and technology, CDAC, CII, or any place that we can think of, and we will have a pool of mentors who will be able to technically help you solve the challenge that you are about to solve. Then we will try to get to market fast and get you the funding to scale. കാരണം നമ്മുടെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? 10 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു പ്രോഡക്റ്റ്, അത് എല്ലാ കമ്പനികളെയും സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മുറുക്കാൻ കട തുടങ്ങി. നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടായിരുന്നു. 50,000 രൂപ വെച്ച് മുറുക്കാൻ കട തുടങ്ങി. മുറുക്കാൻ കട അങ്ങ് വികസിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വേഗത്തിൽ. അപ്പോൾ ഉടനെ എനിക്കൊരു 5 ലക്ഷം രൂപ വേണം എൻ്റെ മുറുക്കാൻ കട ഒന്നുകൂടെ ഒന്ന് പച്ച പിടിപ്പിക്കാനും അതിൻ്റെ സൈഡിലൊരു ഇത് കെട്ടാനും മേ ബി ഒരു തട്ടുകട തുടങ്ങാനും. ആൻഡ് ദാറ്റ് 5 ലക്ഷം മൈറ്റ് കം ആസ് എ ബാങ്ക് ലോൺ. ഒരു വേ ആണ്. അപ്പം ഞാൻ അങ്ങനെ ബാങ്ക് ലോണൊക്കെ എടുത്ത് ഇതെല്ലാം വലുതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് വന്ന് വേറൊരുത്തരുടെ മുറുക്കാൻ കട തുടങ്ങി. എൻ്റെ ലോണും പോയി, എൻ്റെ കച്ചവടവും പോയി, ഞാൻ ആകപ്പാടെ പ്രശ്നത്തിലുമായി. സോ ക്രെഡിറ്റിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നാൽ ഫണ്ടിങ്ങിന് ആ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ദെൻ യു വിൽ ബി പാർട്ടിങ് വിത്ത് യുവർ കട വിത്ത് സമ്മൺ എൽസ്. പക്ഷേ ദാറ്റ്സ് എ ചോയ്സ് ദാറ്റ് യു വിൽ ഹാവ് ടു മേക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ കോൺഫിഡൻറ്റ് ആർ യു about a certain idea or your own idea. അപ്പോൾ that is a choice that you will have to make, but we will help you get that funding to scale from a toy problem or a minimum viable prototype into a commercially viable prototype. ഇതാണ് നമ്മുടെ steps that AAYI is trying to accomplish. So what should you do? You can contact KSUM, you can enroll into AAYI using the portal or send us an email. Let's make it very simple. ഇതിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ഒരു ഐഡിയ, യു തിങ്ക് ദാറ്റ് ദർ ഇസ് എ കമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ ടു ബി ടേക്കൺ ടു ദ മാർക്കറ്റ്, ജസ്റ്റ് സെൻഡ് അസ് എൻ ഇമെയിൽ. വി വിൽ ഗെറ്റ് യുവർ ഐഡിയ വാലിഡേറ്റഡ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ആൻഡ് ഐഡിയയുടെ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കച്ചവടത്തിൽ നിന്നൊരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ട് സാറിനോട് പറയുകയാണ്, സാറേ ഒരു 1 ലക്ഷം രൂപ ഇതിനകത്ത് ഇടണം. അപ്പോൾ സാറ് പറയുകയാണ്, എടാ ഐഡിയ കൊള്ളാം, പക്ഷേ കാശ് ഇപ്പം ഇടാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഐഡിയ ഇസ് നോട്ട് വാലിഡേറ്റ്. ബിക്കോസ്
You get your idea validated when someone else buy into that and put their skin into the game. ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ കാണണം when it is a commercial enterprise. അല്ലെങ്കിൽ നമ്മൾ R&D ആണ്. We are using R&D funds, we are using government funds to build a minimum viable prototype. But if an investor has to put money into your product, then the investor should see where that money is going to come from in the future. And somebody do that, then your idea is validated to the first extent. That is my basic theory about the whole thing. And we will start with 7 projects. About, give us whatever projects that you have. We only have 7 people to mentor at this point of time. So we will start with 7 projects in the next month or so. That is the whole idea. Sir, I'm a fellow at Kerala Startup Mission. Just one doubt that come is, ഇതിന് എന്തെങ്കിലും non-disclosure agreement അതിൻ്റെ ഒരു We will put together a framework about, definitely the mentor is going to be entering into a non-disclosure agreement about this whole thing. And mentor is the person, the only person who is going to be fully aware about your product. പക്ഷേ like, you know, if I go to Startup Mission today, everybody will show me their products. So it's not like, you know, it's closed or it's like in the what we call stealth mode ഉള്ള ഒരു സാധനമല്ല. stealth മോഡിൽ ഇരിക്കുന്ന ഒരു സാധനത്താണ് ഐഡിയ തന്നെ ഭയങ്കര കിടലമാണ്, ഞാൻ പുറത്ത് പറയില്ല എന്ന് പറയുന്ന ഒരു മോഡിലുള്ള സാധനമാണെങ്കിൽ then it becomes a little difficult. ഇവിടെ we are not talking about stealth modes. Here we are thinking about things that you can say out in the open, and we are just trying to make that innovation happen. അത്രേ ഉള്ളൂ. Definitely there will be a non-disclosure agreement. Sir, we have got 2 products almost developed and we are trying to sell it. And how can you help us in marketing that product? You have to, are you already selling it? Somewhere near to 20 we have already sold. 20 products you have already sold. But now the problem is, you know, we are not really able to get into the market that fast. Okay, so we will take that discussion aside because I need to find out what the product is. But I think the first step that you need to do is to give us a detail of what product that you're talking about. Sir, ഞാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. We have a product and we have approached certain investors too. അതിനകത്ത് ലാഗ് ചെയ്ത് 1-2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റേഴ്സ് ഈസ് ഓൾവേസ് എ ബിസിനസ് മാൻ. ഞാൻ വേറൊരു ഇതിൽ പറയുന്നതല്ല. ലാഗ് ചെയ്ത കാര്യം ഇതായിരുന്നു. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഈ കുട്ടികൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ധാരണ ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നു. ആൻഡ് ഓഫ് കോഴ്സ് അവർ ബാക്ക് ഔട്ട് ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു രീതിയിൽ ആയിരുന്നില്ല അവർ ആഗ്രഹിച്ചത്. അങ്ങനെ അല്ലാതെ വന്നു കഴിയുമ്പോൾ ദേ വിൽ ടേക്ക് മോർ ആൻഡ് മോർ ടൈം. അതായത് അവരുടേതായ രീതിയിൽ റവന്യൂ കണ്ടെത്തി വരുമ്പോൾ ആ ഒരു ലാഗിങ്ങിനകത്ത് 2 to 3 years എടുക്കും അവർക്ക് ആ ഒരു പൊട്ടൻഷ്യലിലേക്ക് വന്ന് ഒരു 60% എങ്കിലും അവരുടെ കമ്പനിയുടെ ഒരു ലെവലിലേക്ക് നിൽക്കുക എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇൻവെസ്റ്റർ വിൽ ടേക്ക് അപ്പ് ആൻഡ് ഹി വിൽ ഇൻവെസ്റ്റ് ഇൻ ഇറ്റ് ആൻഡ് ഹി വിൽ പ്രൊവൈഡ് റിസോഴ്സസ് എവറിത്തിങ്. ആൻഡ് ലാസ്റ്റ് അവരെ എംപ്ലോയീസ് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് വന്നു. എപ്പോഴും നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിനെ എൻഗേജ് ചെയ്ത് ലാസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അവർ എംപ്ലോയീസ് എന്ന് പറയുന്നൊരു ഓണ്ടർപ്രണറിയൽ ഇത് മാറി അവർ എംപ്ലോയീസ് എന്ന് പറയുന്നതിലേക്ക് വന്നപ്പോഴേക്കും അവർക്ക് ഭയങ്കര ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. സോ വാട്ട് വെറൈറ്റി ക്യാൻ GTech ക്യാൻ input to those things? Okay, so let me, and എനിക്ക് തോന്നുന്നു അതൊരു ഇച്ചിരി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. So you said you already had a product അല്ലേ, which you took to the investor. Yeah. നമ്മൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. വെർ യു ഓൺലി ഹാവ് എൻ ഐഡിയ. It's a prototype. We can't say that it's a whole-ended product. അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. Right. I can call it a prototype. So let me just call it an idea. Yeah. Okay, അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഐഡിയ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഞാൻ എംപ്ലോയി ആയി മാറാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രിഡ്ജ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വെക്കും. വി ഡോണ്ട് രജിസ്റ്റർ എ കമ്പനി റൈറ്റ് ഓൺ day 1 because that will incur a lot of costs. So you enter into a bridge agreement with the investor saying that ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്, എത്ര പോയാലും നിങ്ങൾക്ക് 10% കൂടുതൽ കിട്ടില്ല, അല്ലെങ്കിൽ 20% കൂടുതൽ കിട്ടില്ല. തിരിച്ച് അയാളും പറയും, അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഈ മൊത്തം സാധനം എൻ്റെ ആവും. ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ ഐ എം നോട്ട് റിയലി ടോക്കിംഗ് ബിക്കോസ് നൺ ഓഫ് ദിസ് ഇസ് ഗോയിങ് ടു ബി with an intention to invest. Don't get me wrong here. Okay,
we are just trying, this is only, what do you call, ഇതൊരു നമ്മളൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. വാട്ട് എവർ GTech is doing, definitely. From an investor perspective, if I invest into something, I might look at it differently. But what we are doing right now, it's only something that we are doing to trigger the ecosystem to create scalable products. Okay? അതിനു വേണ്ടിയുള്ള ഒരു എക്സസൈസ് മാത്രമാണ് ചെയ്യുന്നത്. Now, do that exercise and come to a place where you need more funding to scale, then you will have to think like a company. Okay, the moment you are thinking about putting money, other people's money into it, other than, I mean, we will try to get those funding from KSUM, maybe some other avenues, 2 lakh for the innovators, all these things we will try and get you. We will try and, help you with all that. But the moment you are thinking about putting, I don't know, 50 lakhs to scale, then you should either have a company or a very solid bridge agreement so that you don't end up being an employee. കാരണം കച്ചവടക്കാരാണ്, അവസാനം അവർ ഇതും കൊണ്ട് പോകാൻ നോക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ the moment you start കച്ചവടം, you also become a കച്ചവടക്കാരൻ. That's all I can tell you.